Today, one person called actually for rate. I said 10 3 lakhs. Okay. So and even if I want to sell the property that is which lies there in Pallarimangalam, I will sell only if I get 2.50 lakhs. That is 2.5 lakhs per cent. Okay. I've already said informed them actually. That is the thing actually. Okay. Otherwise I won't give anybody. There is no need for me to give my property without proper price. Actually, you all know the gold price is that much. So if I get the Pallarimangalam property, or not for this, here there is no need for me to sell or anything. That only the property that if I want to sell, I will sell only that one. Which like in where like Tekekara. Nobody approached that one person wanted pathway. About that I am saying. Other one more person is there. He said he needed for his land 2 lakhs per cent. His land is just lying back to us. അപ്പം വഴിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ലാതെ പല്ലാരിമംഗലമാണ്. ഇവിടെയൊന്നും അല്ല, ഇവിടെയൊന്നും ഞങ്ങൾക്ക് ഈ വഴി കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ആർക്കും വഴിയൊന്നും കൊടുക്കാറില്ല, വഴി കൊടുക്കേണ്ട കാര്യങ്ങളുമില്ല. ഇവിടെ വഴിയൊക്കെ നടന്നു പോകേണ്ട വഴിയൊക്കെ മാർക്കുണ്ട്. ഈ സുബ്രഹ്മണ്യൻ ഇവിടെ നമുക്ക് കൊടുക്കാനുമില്ല. പിന്നെ പല്ലാരിമംഗലത്ത് എന്താണ് ഒരു വസ്തുണ്ട്, അത് ഒരു വഴി മാറ്റി കൊടുക്കുന്ന നമ്മൾ വിലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വസ്തു കൊടുക്കാനാണെങ്കിൽ തന്നെ സെന്റിന് 2.5 ലക്ഷം ഒന്നും ഞങ്ങളുടെ പുറകിൽ കിടക്കുന്ന വസ്തുവിന്റെ ഒരാളുണ്ട്. അവർക്ക് നമ്മൾ വഴി കൊടുത്തായിരുന്നു. അന്നേരം നമുക്ക് കൂടെ യൂസ് ചെയ്യേണ്ട വഴിയാണ്. അന്നേരം അവരവരുടെ വസ്തുവിന് 2 ലക്ഷമാണ് പെർ സെന്റിന് ചോദിക്കുന്നത്. ഒരു സെന്റിന് 2 ലക്ഷം രൂപ കിട്ടണം എന്നുള്ളതാണ്. നമുക്കും അങ്ങനെ തന്നെയാണ്. 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ ഒരു സെന്റിന് കിട്ടിയാലേ നമ്മൾ കൊടുക്കത്തുള്ളൂ, വെറുതെ കൊടുക്കത്തില്ല. 2.5 ലക്ഷം രൂപ പെർ സെന്റ് ഒരു സെന്റിന് കിട്ടിയാലേ നമ്മൾ അത് കൊടുക്കത്തുള്ളൂ ഈ ഇടയ്ക്ക്. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാം സ്വർണ്ണവിലയൊക്കെ എന്തുമാത്രമാണെന്ന്. നമ്മളങ്ങോട്ട് വസ്തു വാങ്ങിക്കാനടിച്ചാലും ഭയങ്കര ഇതായിരിക്കും നമ്മളങ്ങോട്ട് ചെന്നാൽ. അതേസമയം നമ്മളെ പറ്റിക്കാനായിട്ട് ഒത്തിരി പേര് ഇങ്ങനെ പുറകിൽ നടപ്പുണ്ട്, കുറെ എണ്ണം ഇങ്ങനെ വിളിക്കുക പറയുക, ഒന്നും ജസ്റ്റ് ഒഫീഷ്യൽ അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാം
മെമ്പറിനോട് പറഞ്ഞിട്ടുണ്ട് വഴിയുടെ കാര്യങ്ങളൊക്കെ. അല്ലാതെ നമ്മൾ വസ്തു വിൽക്കുന്ന യാതൊന്നും ഒന്നുമില്ല. ഇവിടുത്തെ ഭരണിക്ക വില്ലേജിലെ വിൽക്കേണ്ട കാര്യങ്ങളേ ഇല്ല. നമ്മുടെ അടുത്ത് തന്നെയാണ്. ജസ്റ്റ് ഇത് ഇവിടെ 26 സെന്റ് സ്ഥലവും പിന്നെ 35 വീതം ഉള്ള 2 പ്ലോട്ടുകളുണ്ട്. അത് നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ്. വിത്തിൻ ഒരു 200 മീറ്ററും 300ഉം 500 മീറ്ററിനുള്ളിലാണ്. അപ്പൊ അങ്ങോട്ട് പോയി നോക്കി ചോടി പോരാവുന്ന ദൂരവേ ഉള്ളൂ. അപ്പൊ ഇതൊന്നും കൊടുക്കേണ്ട കാര്യങ്ങളേ ഇല്ല. അപ്പം കൊടുക്കുന്നെങ്കിൽ ആ പല്ലാരിമംഗലത്തുള്ളതേ കൊടുക്കത്തുള്ളൂ. അതും പെർ സെന്റ് 2.5 ലക്ഷം രൂപയാണെങ്കിലേ കൊടുക്കത്തുള്ളൂ. പെർ സെന്റ് 2.5 ലക്ഷം, അല്ലെങ്കിൽ കൊടുക്കത്തില്ല. അതിൽ കുറച്ച് ഒട്ടും കൊടുക്കത്തേ ഇല്ല. അതുപോലെ എന്റെ അടുക്കൽ ഇവരൊക്കെ ചെയ്തതുപോലെ എന്റെ കൊച്ചിന്റെ അടുത്ത് നടത്താമെന്ന വിചാരം ആർക്കെങ്കിലും വിചാരമുണ്ട്, അത് വെറുതെയാണ്. അവനെ വെറുതെ വിടത്തില്ല. ബിജുപിയുടെ ഡാണ്ടും ഒക്കെ എന്റെ കൊച്ചിന്റെ അടുക്ക് ഏതെങ്കിലും അവൻ കാണിക്കാമെന്നുണ്ടെങ്കിൽ അവന്റെ അവന്റെ കഴുത്തിന് മേളിൽ തല കാണിക്കില്ല. അതിനെ നിശ്ചയിച്ചിട്ടുണ്ട്. വെറുതെ അവനെ വിടത്തില്ല, ശരിയാക്കി വിടും. പ്രൊഫഷണലി സ്റ്റോപ്പ് ചെയ്യുന്നവനോ വല്ലതും ആണെങ്കിൽ അവനെ വെറുതെ വിടത്തില്ല. ഏതവനായാലും ശരി. എന്റെ കൊച്ചിന്റെ ജോലിയോ വല്ലതും ഇതാക്കുക ഏതെങ്കിലും അവനോ അവളോ ചെയ്താൽ വെറുതെ വിടത്തില്ല. എന്റെ അടുത്ത് കളിച്ചതൊക്കെ മതി. ഇനി കുറെ എണ്ണം ഉണ്ട്. രാജമ്മയും ശ്രീതായ പണിക്കരൊക്കെ വേറെ അടുത്ത് പോയി കളിച്ചാൽ മതി. അവനവന്റെ മക്കൾക്ക് ഇങ്ങോട്ട് കയറി ചോദിയണ്ട. അവിടെ ചോദിഞ്ഞാൽ മതി. ഇവിടെ നീ കയറി ചോദിയണ്ട.